ഭൂമിയിൽ 365 ദിവസം മഴ പെയ്യാതെ വെയിൽ മാത്രമായി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭൂമിയിലെ പ്രധാന ജലസ്രോതസ്സുകളായ കിണർ, നദികൾ, തോടുകൾ, കുളങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും വറ്റും. ഭൂഗർഭ ജലനിരപ്പ് വൻതോതിൽ താഴേക്ക് പോകും. കോടിക്കണക്കിന് മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മഴയെ ആശ്രയിച്ച് കഴിയുന്ന കൃഷിയിടങ്ങളെല്ലാം നശിക്കും. മണ്ണെല്ലാം വരണ്ടുണങ്ങി വിണ്ടുകീറും. ലോകമെമ്പാടും ഭക്ഷ്യക്ഷാമം വരും. എല്ലാവരും പട്ടിണിയാകും. കാടുകളൊക്കെ വരണ്ടുണങ്ങുന്നതിനാൽ ചെറിയ തീപ്പൊരി പോലും വലിയ കാട്ടുതീക്ക് കാരണമാകും. ഇത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ ചൂട് വീണ്ടും കൂടാനുള്ള ചാൻസും കൂടുതലാണ്. വെള്ളമില്ലാതാകുന്നതോടെ സസ്യങ്ങളെല്ലാം ഉണങ്ങും. ഇതുപോലെ സസ്യഭുക്കുകളായ മൃഗങ്ങളും അതുപോലെ തന്നെ മാംസഭുക്കുകളായ മൃഗങ്ങളും ഇതുവഴി ചത്തൊടുങ്ങും. വനങ്ങളുടെ ഹരിതാഭയെല്ലാം നഷ്ടപ്പെട്ട് ഭൂമി ഒരു മരുഭൂമിക്ക് തുല്യമായി മാറും. സസ്യങ്ങൾ ഇല്ലാതാവുന്നതോടുകൂടി നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കാതാവുകയും അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് വൻതോതിൽ കുറയുകയും ചെയ്യും. അന്തരീക്ഷത്തിലെ പൊടിയും മറ്റും കഴുകിക്കളയാൻ മഴയില്ലാത്തതിനാൽ വായുമലിനീകരണം ഉണ്ടാവുകയും മാത്രമല്ല ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മനുഷ്യന്മാർ തമ്മിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടായേക്കാം. ജലവൈദ്യുതി പദ്ധതി വരെ നിന്നുപോകും. അങ്ങനെ ലോകം ഇരുട്ടിലാകും. IT കമ്പനികളും അതുമായി ബന്ധപ്പെട്ട പല കമ്പനീസുകളുടെയും പ്രവർത്തനം വരെ നിന്നുപോകും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു വർഷം മഴ പെയ്യാതിരുന്ന ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം വംശനാശത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.